ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് കൺസൈനിയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ജേണൽ എൻട്രീസും ഒരു പ്രോബ്ലം ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കൺസൈനറുടെ ബുക്കിലെ ജേണൽ എൻട്രീസ് നമ്മൾ നോക്കി, കൺസൈനറുടെ ബുക്കിലെ ലെഡ്ജർ അക്കൗണ്ട്സും നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കൺസൈനിൻ്റെ ബുക്സിലുള്ള ജേണൽ എൻട്രീസ് ആണ്. അപ്പോൾ ആരാണ് ഒരു കൺസൈനി എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞ കൺസൈൻമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാനുഫാക്ചർ അല്ലെങ്കിൽ ട്രേഡേഴ്സ് എന്ത് ചെയ്യുന്നു, അവരുടെ ഗുഡ്സ് വിൽക്കാൻ വേണ്ടി ഏജൻറ്റുമാരെ ഏൽപ്പിക്കുന്ന ഈ ഒരു ബിസിനസ്സിനെയാണ് നമ്മൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ കൺസൈൻമെൻറ്റ് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ആരാണോ ഗുഡ്സ് ഇങ്ങനെ സെൻഡ് ചെയ്യുന്നത് അവരെ കൺസൈനർ എന്നും, ആർക്കാണോ ഇത് റിസീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഏജൻറ്റുമാർ ആരാണോ ഇത് വിൽക്കുന്നത് അവരെ നമ്മൾ കൺസൈനി എന്നും പറയും. അപ്പോൾ കൺസൈനിയുടെ ബുക്കിലും ചില ജേണൽ എൻട്രീസ് ഉണ്ട്, അതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിനുശേഷം നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോവാം. അപ്പോൾ നോക്കാം, ഞാനിവിടെ ഒരു 5 ജേണൽ എൻട്രി എഴുതിയിട്ടുണ്ട്. ഇതിന് മുന്നേ ഒരു കാര്യം കൂടി ഉണ്ട്, അത് ഞാനിവിടെ എഴുതിയിട്ടില്ല, അത് നമുക്ക് പ്രത്യേകിച്ച് ജേണലില്ല. ആ കാര്യം എന്ന് പറയുന്നത്, അതായത് ഫസ്റ്റ് നമ്മൾ കൺസൈനറുടെ ബുക്സ് പറയുന്ന സമയത്ത് ആദ്യത്തെ ജേണൽ എൻട്രി എന്തുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു? കൺസൈനിക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. ഓർമ്മയുണ്ടോ? അതിൽ കൺസൈനറുടെ ബുക്കിൽ നമ്മൾ കൺസൈനിക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പോൾ ഉള്ള ജേണൽ എൻട്രി ഓർമ്മയുണ്ടോ? എന്തായിരുന്നു ആ ജേണൽ എൻട്രി? കൺസൈൻമെന്റ് അക്കൗണ്ട് അപ് ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ്, അതായിരുന്നില്ലേ ആ ജേണൽ എൻട്രി. ഇനി അതേസമയം കൺസൈനിയുടെ ബുക്കിൽ കൺസൈനിക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യുന്ന സമയത്ത് കൺസൈനിയുടെ ബുക്കിൽ നോ ജേണൽ എൻട്രി ആണ്. അതായത് അതിന് ആ കൺസൈനിക്ക് ഗുഡ്സ് അയക്കുന്ന സമയത്ത് കൺസൈനിയുടെ ബുക്കിൽ നമ്മളത് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അവിടെ നോ ജേണൽ എൻട്രി ആണ്. അതുകൊണ്ട് ഞാനത് ഇവിടെ എഴുതിയിട്ടില്ല. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, കൺസൈനിയുടെ ബുക്കിൽ നമ്മളത് റെക്കോർഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം കൺസൈനി ഈ സാധനങ്ങൾ റിസീവ് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? കൺസൈനർക്ക് വേണ്ടിയിട്ട്, ഇത് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺസൈനിയുടെ കയ്യിലേക്ക് ഗുഡ്സ് റിസീവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൺസൈനിക്ക് ഗുഡ്സ് അയക്കുന്ന സമയത്ത് കൺസൈനിയുടെ ബുക്കിൽ ജേണൽ എൻട്രി രേഖപ്പെടുത്തേണ്ടതായിട്ട് ഇല്ല. അപ്പോൾ അത് ഓർത്തിരിക്കുക, കൺസൈനിക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യുന്ന സമയത്ത് കൺസൈനിയുടെ ബുക്കിൽ ജേണൽ എൻട്രി ഇല്ല. ഇത് തുടങ്ങുന്നത് തന്നെ നോക്കാം, ഫോർ അഡ്വാൻസ് ഗിവൺ ടു കൺസൈനർക്ക് കൺസൈനി അഡ്വാൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ കൺസൈനറുടെ ബുക്കിലും നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജേണൽ എൻട്രി നോക്കിയിട്ടുണ്ട്. കൺസൈനിയുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് റിസീവ് ചെയ്യുമ്പോൾ എൻട്രി. ഓക്കെ, അവിടെ നമുക്കറിയാം കൺസൈനറുടെ ബുക്കിൽ അഡ്വാൻസ് റിസീവ് ചെയ്യും, ക്യാഷ് റിസീവ് ചെയ്യുമ്പോൾ ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ എന്നാണ് നമ്മൾ എഴുതിയത്, ക്യാഷ് റിസീവ് ചെയ്യുമ്പോൾ. ഇവിടെ കൺസൈനിനെ സംബന്ധിച്ച് കൺസൈനിയുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നതാണ് അല്ലേ, അഡ്വാൻസ് കൺസൈനർക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ ക്യാഷ് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ക്യാഷിനെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ക്യാഷ് പോകുമ്പോൾ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ നോക്കിയ ജേണൽ എൻട്രി നോക്കാം, അഡ്വാൻസ് ഗിവൺ ടു കൺസൈനർക്ക് അഡ്വാൻസ് കൊടുക്കുന്ന സമയത്ത് കൺസൈനർ അക്കൗണ്ട് അപ് ടു ക്യാഷ് ഓർ ബാങ്ക് ഓർ ബിൽസ് പേയബിൾ. ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കണം എന്നില്ല, ത്രൂ ബാങ്ക് വഴിയായിരിക്കും അല്ലെങ്കിൽ ബില്ലായിട്ടായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ കൺസൈനർ അക്കൗണ്ട് അപ് ടു ക്യാഷ് ഓർ ബാങ്ക് ഓർ ബിൽസ് പേയബിൾ ടു ക്യാഷ്, അത് ഓർത്തിരിക്കുക, ക്യാഷ് പോകുന്നതാണ് കൺസൈനിയുടെ കയ്യിൽ നിന്ന്, കൺസൈനർക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ കൺസൈനിയുടെ ബുക്കിലുള്ള ജേണൽ എൻട്രിയാണ്. കൺസൈനിയെ സംബന്ധിച്ച് ക്യാഷ് പോകുന്നതാണ്, അതുകൊണ്ടാണ് ഇതിനെ ക്രെഡിറ്റ് ചെയ്തത്. ഓക്കെ, അഡ്വാൻസ് ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ മാത്രം എഴുതിയാൽ മതി. നെക്സ്റ്റ്, ഫോർ എ പേയ്മെന്റ് ഓഫ് എക്സ്പെൻസ്, അതായത് കൺസൈനിക്ക് എക്സ്പെൻസ് വരുന്ന സമയത്ത് നോക്കാം, സെയിം എൻട്രി തന്നെയാണ്, കൺസൈനർ അക്കൗണ്ട് അപ് ടു ക്യാഷ് ഓർ ബാങ്ക്. അതായത് കൺസൈനിക്ക് എക്സ്പെൻസ് ഉണ്ടാവുന്ന സമയത്ത് കൺസൈനി അത് ആദ്യം കൊടുക്കും, പിന്നീടാണ് കൺസൈനറുടെ കയ്യിൽ നിന്ന് ആ എക്സ്പെൻസ് എന്ത് ചെയ്യുന്നത്? തിരിച്ച് കിട്ടുന്നത്. അല്ലെങ്കിൽ കൺസൈനിക്ക് ഇൻകർ ചെയ്ത എക്സ്പെൻസ് കൺസൈനി ഈടാക്കുന്നത് എപ്പോഴാണ്? അതായത് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് കൺസൈനർക്ക് ഒരു എമൗണ്ട് നമ്മൾ കൊടുക്കുന്നില്ലേ, കൺസൈനി അതായത് സെയിൽസിന്റെ ഒരു എമൗണ്ട് കൊടുക്കുമല്ലോ, ആ എമൗണ്ട് കൊടുക്കുന്ന സമയത്ത് കൺസൈനിക്ക് ഉണ്ടായ എക്സ്പെൻസും കമ്മീഷനും കുറച്ച ശേഷം മാത്രമുള്ള എമൗണ്ട് ആണ് ആർക്ക് കൊടുക്കുക? കൺസൈനർക്ക് കൊടുക്കുക. അപ്പോൾ ആദ്യം ഇവിടെ കൺസൈനിക്ക് ആദ്യം ഒരു എക്സ്പെൻസ് ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ടത് ആര് തന്നെയാണ്? കൺസൈനി തന്നെയാണ് കൊടുക്കേണ്ടത്. പക്ഷെ അത് പിന്നീട് കൺസൈനറുടെ കയ്യിൽ നിന്ന് ആർക്ക് കിട്ടും? കൺസൈനിക്ക് കിട്ടും. അപ്പോൾ നോക്കുക, ഫോർ പേയ്മെന്റ് ഓഫ് എക്സ്പെൻസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? കൺസൈനർ അക്കൗണ്ട് അപ് ടു ക്യാഷ് ഓർ ബാങ്ക്.
ഓക്കെ. മൂന്നാമത്തത് ഫോർ സെയിൽ ഓഫ് ഗുഡ്സ്, അതായത് ഗുഡ്സ് സോൾഡ് ചെയ്യുന്ന സമയത്തുള്ള ജേർണൽ എൻട്രി ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കൺസൈനർ. അതായത് ഇവിടെ നോക്കുക, സെയിൽ നടക്കുന്ന സമയത്ത് രണ്ട് തരത്തിലുള്ള സെയിൽസ് വരാം. ഒന്ന് ക്യാഷ് സെയിൽസും ഉണ്ടാവാം, ക്രെഡിറ്റ് സെയിൽസും ഉണ്ടാവും. ക്യാഷ് സെയിൽസ് ആണെങ്കിൽ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം, ക്യാഷ് ആണല്ലോ വരുന്നത്, ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് സെയിൽസ് ആണെങ്കിൽ ക്യാഷ് വരുന്നില്ല, കടത്തിനാണ് സാധനങ്ങൾ കൊടുത്തതെങ്കിൽ ക്യാഷ് നമ്മുടെ കയ്യിലേക്ക് വരുന്നില്ല, പകരം ഏത് അസറ്റാണ് നമ്മുടെ കയ്യിലേക്ക് വരുന്നത്? ഡെപ്റ്റേഴ്സ് എന്നുള്ള അസറ്റാണ് നമ്മുടെ കയ്യിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സ് ആണ് കൂടുന്നത്, ഡെപ്റ്റേഴ്സ് എന്നുള്ള അസറ്റ് ആണ് കൂടുന്നത്, അതുകൊണ്ടാണ് ഡെപ്റ്റേഴ്സിനെ ഇവിടെ ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ രണ്ടും ഉണ്ട്, ക്യാഷ് സെയിൽസും ക്രെഡിറ്റ് സെയിൽസും ഉണ്ടെങ്കിൽ മാത്രം ഇത് രണ്ടും കാണിച്ചാൽ മതി. നോർമൽ ക്യാഷ് സെയിൽസ് മാത്രമാണെങ്കിൽ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു കൺസൈനർ കാണിച്ചാൽ മതി. ഇനി ഡെപ്റ്റേഴ്സ് അല്ലെങ്കിൽ ക്രെഡിറ്റ് സെയിൽസ് ഉണ്ടെങ്കിൽ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, അതിൽ ക്യാഷ് സെയിൽസിന്റെ എമൗണ്ട് കാണിക്കുക. ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ, അതിൽ ക്രെഡിറ്റ് സെയിൽസിന്റെ എമൗണ്ട് കാണിക്കുക ടു കൺസൈനർ. ദെൻ ഫോർ കമ്മീഷൻ, കമ്മീഷന്റെ ജേർണൽ എൻട്രി നോക്കുക. കൺസൈനർ അക്കൗണ്ട് ഡെപ്റ്റർ ടു കമ്മീഷൻ, കൺസൈനർ അക്കൗണ്ട് ഡെപ്റ്റർ ടു കമ്മീഷൻ എന്നുള്ളതാണ് ജേർണൽ എൻട്രി വരുന്നത്. ദെൻ ഫോർ സെൻഡിങ് ബാലൻസ് ഡ്യൂ ടു ദി കൺസൈനർ, ഈ ലാസ്റ്റത്തെ ജേർണൽ എൻട്രി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഏത് അക്കൗണ്ട് വരക്കണം? കൺസൈനറുടെ അക്കൗണ്ട് വരക്കണം. അതായത് കൺസൈനർക്ക് എത്രയാണ് ബാലൻസ് കൊടുക്കാനുള്ളത് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഏത് അക്കൗണ്ട് വരക്കണം? കൺസൈനറുടെ അക്കൗണ്ട് വരക്കണം. കൺസൈനിയുടെ ബുക്കിൽ ഒരേ ഒരു അക്കൗണ്ട് മാത്രമേ നമ്മൾ വരക്കുന്നുള്ളത്, കൺസൈനറുടെ അക്കൗണ്ട് ആണ്. കൺസൈനിയുടെ ബുക്കിൽ ഒരൊറ്റ അക്കൗണ്ട് മാത്രമേ നമ്മൾ വരക്കുന്നുള്ളത്, കൺസൈനറുടെ അക്കൗണ്ട് ആണ്. കൺസൈനറുടെ അക്കൗണ്ട് വരച്ച ശേഷം ആണ് കൺസൈനർക്ക് എത്രയാണ് എമൗണ്ട് കൊടുക്കാനുള്ളതെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ജേർണൽ എൻട്രി എന്താണ്? കൺസൈനർ അക്കൗണ്ട് അപ് ടു ക്യാഷ് ഓർ ബാങ്ക്, ക്യാഷ് പോകുന്നതാണ്, കൺസൈനർക്ക് ക്യാഷ് കൊടുക്കുന്നതാണ്, അപ്പൊ അതുകൊണ്ടാണ് ക്യാഷ് ഓർ ബാങ്ക് എന്ന് വരുന്നത്. കൺസൈനർ അക്കൗണ്ട് അപ് ടു ക്യാഷ് ഓർ ബാങ്ക്. ഇത്രയും ജേർണൽ എൻട്രി മാത്രമേ ഉള്ളൂ. കൺസൈനറുടെ ബുക്കിൽ കുറച്ചും കൂടി എളുപ്പമാണ്, കുറച്ച് ജേർണൽ എൻട്രി മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ഓൾറെഡി കഴിഞ്ഞ കൺസൈനറുടെ ബുക്കിൽ നമ്മൾ നോക്കിയ അതേ പ്രോബ്ലത്തിന് കൺസൈനറുടെ ബുക്കിൽ ജേർണൽ എൻട്രി എഴുതാം, കൺസൈനറുടെ ബുക്കിൽ ലെഡ്ജർ വരക്കാം. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ആ വീഡിയോ കണ്ട ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നോക്കുക, ജേർണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് കൺസൈനി ആണ്. ഇവിടുത്തെ കൺസൈനി ആരാണ്? ഇവിടുത്തെ കൺസൈനി സുരേഷാണ്. അപ്പോൾ സുരേഷിന്റെ ബുക്കിലാണ് നമ്മൾ ചെയ്യുന്നത്. കൺസൈനർ ആരായിരുന്നു? അജയ് ആയിരുന്നു കൺസൈനർ. നോക്കുക, അജയ് ഓഫ് കൊല്ലം എന്ത് ചെയ്തു? സുരേഷിന് 100 യൂണിറ്റ് ടോയ് അയക്കാണ്. ഒരു യൂണിറ്റിന് 200 രൂപ വെച്ചിട്ടാണ് അയക്കുന്നത്. അതിൽ അജയ്ക്ക് പാക്കിങ്ങിന് 500, ഫ്ലൈറ്റിന് 400, ഇൻഷുറൻസിന് 600 രൂപയായിട്ട് ചിലവായിട്ടുണ്ട്. അതായത് കൺസൈനിക്ക് 100 രൂപ ഗോഡൗൺ റെന്റും 300 രൂപ അതർ എക്സ്പെൻസും ചിലവായിട്ടുണ്ട്. കൺസൈനിക്ക് കിട്ടുന്ന കമ്മീഷൻ എന്ന് പറഞ്ഞാൽ 5% ആണ് സെയിൽസിന്റെ മുകളിൽ. മൊത്തം ഗുഡ്സും സോൾഡ് ചെയ്തിട്ടുണ്ട്. ഒരു യൂണിറ്റിന് 250 രൂപ വെച്ചിട്ടാണ് സോൾഡ് ചെയ്തത്. ഓക്കെ, ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ കൺസൈനിയുടെ ബുക്കിലാണ് ജേർണൽ എൻട്രി എഴുതാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ആദ്യത്തെ എന്ന് വെച്ചാൽ കൺസൈനിക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യുന്ന സമയത്ത് കൺസൈനറുടെ ബുക്കിൽ എന്തില്ല? ജേർണൽ എൻട്രി ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഒന്നും എഴുതണ്ട. രണ്ടാമത്തെ നമ്മൾ എന്തായിരുന്നു നോക്കിയത്? അഡ്വാൻസ് ആയിരുന്നു. അഡ്വാൻസ് കൊടുക്കുന്നതായിട്ട് ക്വസ്റ്റ്യനിൽ ഒന്നും പറയുന്നില്ല, അപ്പോൾ ആ ജേർണൽ എൻട്രി ഇല്ല. മൂന്നാമത്തെ എന്തായിരുന്നു? കൺസൈനിയുടെ എക്സ്പെൻസ് വരുന്ന ജേർണൽ എൻട്രി ആയിരുന്നു. കൺസൈനിയുടെ എക്സ്പെൻസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു കൺസൈനിയുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നതാണ് അല്ലേ? കൺസൈനിക്ക് ഇവിടെ രണ്ട് എക്സ്പെൻസ് ഉണ്ടാവുന്നുണ്ട്. ഒന്ന് ഗോഡൗൺ റെന്റ് 200 രൂപയും ദെൻ അതർ എക്സ്പെൻസ് ഒരു 300 രൂപയും. അപ്പൊ നമ്മൾ പറഞ്ഞു കൺസൈനിയുടെ എക്സ്പെൻസ് വരുന്ന സമയത്ത് കൺസൈനിയുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നതാണ്. കൺസൈനിയുടെ ബുക്കാണ്, കൺസൈനിയുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നു. എൻട്രി എന്തായിരുന്നു? കൺസൈനർ അക്കൗണ്ട് അപ് ടു ക്യാഷ് അക്കൗണ്ട് എന്നായിരുന്നു. അപ്പൊ എന്ത് ചെയ്യാ? ജേർണൽ വരക്ക ആദ്യം. ഓക്കെ, നോക്കാം എന്തായിരുന്നു? കൺസൈനർ എന്നുള്ളത് കൺസൈനറുടെ പേര് തന്നെ എഴുതിയാൽ മതി. ആയിരുന്നു അജയ് അക്കൗണ്ട് അപ് ടു ക്യാഷ് അക്കൗണ്ട്. ഓക്കെ, എന്തായിരുന്നു? അതായത് കൺസൈനിക്ക് ഇൻകർ ചെയ്ത എക്സ്പെൻസിന്റെ ജേർണൽ എൻട്രി ആണ്, ക്യാഷ് പോകുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് കൺസൈനർ അക്കൗണ്ട് അപ് ടു ക്യാഷ് എന്നുള്ളതാണ് ജേർണൽ എൻട്രി. ഇവിടെ കൺസൈനർ ആരായിരുന്നു? അജയ് ആയിരുന്നു. അപ്പൊ അജയ് അക്കൗണ്ട് അപ് ടു ക്യാഷ് അക്കൗണ്ട്. എത്രയാണ് എക്സ്പെൻസ് ചെലവായത്? 100 രൂപയും 300 രൂപ, മൊത്തം 400 രൂപയാണ് എക്സ്പെൻസ് ഉണ്ടായത്. എക്സ്പെൻസ് ഓഫ് സുരേഷ്. ഓക്കെ, ഒന്നാമത്തെ ജേർണൽ എൻട്രി കഴിഞ്ഞു. രണ്ടാമത്തെ ഇനി എന്തായിരുന്നു? സെയിൽസിന്റെ എൻട്രി ആണ് അല്ലേ? രണ്ടാമത്തെ എൻട്രി
സെയിൽസിന്റെ എൻട്രി ആണ്. കമ്മീഷന് മുന്നേ നമ്മൾ സെയിൽസിന്റെ എൻട്രി ആണ് എഴുതേണ്ടത്. സെയിൽസ് എന്ന് പറയുമ്പോൾ ഇവിടെ പ്രത്യേകിച്ച് എന്താണ് വേറെ ഒന്നും പറയുന്നില്ല, അതുകൊണ്ട് അതെല്ലാം ക്യാഷ് സെയിൽസ് തന്നെയാണ്. ക്യാഷ് സെയിൽസ് ആണെങ്കിൽ നമുക്കറിയാം നമ്മൾ സെയിൽ നടത്തി നമ്മുടെ എന്താണ് കയ്യിലേക്ക് ക്യാഷ് വരും. ക്യാഷ് വരുമ്പോൾ ക്യാഷിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പൊ എന്താണ് എൻട്രി വരിക? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു കൺസൈനർ എന്നുള്ളതാണ്. ഇവിടുത്തെ കൺസൈനർ ആരാണ്? അജയ്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു അജയ് അക്കൗണ്ട്. എത്രയാണ് നമ്മൾ സോൾവ് ചെയ്ത് അല്ലെങ്കിൽ സെയിൽ നടത്തിയ എമൗണ്ട് എന്ന് പറയുന്നത്? സെയിൽസിന്റെ എമൗണ്ട് എത്രയാണ്? 100 യൂണിറ്റ് അറ്റ് ₹250 ആണ്. അപ്പോൾ 25,000 രൂപയാണ് നമ്മൾ സോൾഡ് ചെയ്തിട്ട് 25,000 രൂപക്കാണ് നമ്മൾ സാധനങ്ങൾ വിറ്റിട്ടുള്ളത്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു അജയ് അക്കൗണ്ട്, അതും കഴിഞ്ഞു. ഇനി നോക്കി, മൂന്നാമത്തെ എൻട്രി എന്ന് പറയുന്നതിന്റെ എൻട്രിയാണ് കമ്മീഷന്റെ എൻട്രി ആണ്. കമ്മീഷന്റെ എൻട്രി എന്താ നമ്മൾ പറഞ്ഞത്? കൺസൈനർ അക്കൗണ്ട് ഡെപ്റ്റ് ടു കമ്മീഷൻ എന്നുള്ളതാണ്. ഇവിടുത്തെ കൺസൈനർ ആരാണ്? അജയ് ആണ്. അജയ് അക്കൗണ്ട് ഡെപ്റ്റ് ടു കമ്മീഷൻ. അജയ് അക്കൗണ്ട് ഡെപ്റ്റ് ടു കമ്മീഷൻ. ഇനി നോക്കാം, ഇവിടെ കമ്മീഷൻ ഓൾറെഡി നമ്മൾ എന്താണ് മുന്നേ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. സെയിൽസിന്റെ മുകളിൽ 5% കമ്മീഷൻ എന്നാണ് പറഞ്ഞത്. എത്രയാണ് സെയിൽസിന്റെ എമൗണ്ട്? 25,000 ആണ്. 25,000ന്റെ 5% ആണ് കമ്മീഷൻ എന്ന് പറയുന്നത്. 25,000ന്റെ 5% എന്ന് പറയുമ്പോൾ 1,250 ആണ്. 1,250 ആണ് നമ്മുടെ കമ്മീഷൻ വരിക. കൺസൈനർ അക്കൗണ്ട് ഡെപ്റ്റ് ടു കമ്മീഷൻ എന്നുള്ളതാണ് നമ്മുടെ ജേർണൽ എൻട്രി വരുന്നത്. ഇവിടുത്തെ കൺസൈനർ ആരാണ്? അജയ് ആണ്. ഇനി ലാസ്റ്റ് എൻട്രി എന്ന് പറയുന്നത്, അതായത് എത്രയാണ് കൺസൈനർക്ക് ഇനി കൊടുക്കാനുള്ള എമൗണ്ട് എന്ന് കണ്ടുപിടിക്കുന്നതാണ്. അതിന്റെ എൻട്രി എന്ന് പറയുന്നത് എന്താണ്? കൺസൈനർ അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് എന്നുള്ളതാണ് ജേർണൽ എൻട്രി വരിക. എന്താ എഴുതേണ്ടത്? അജയ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ്. അതായത് കൺസൈനിയുടെ ബുക്കാണിത്. സുരേഷ് അങ്ങോട്ട് പൈസ കൊടുക്കണം, അജയ്ക്ക് പൈസ കൊടുക്കാനുണ്ട്, ബാലൻസ് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അജയ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ്. കൺസൈനി അല്ലെങ്കിൽ സുരേഷിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നതാണ്, അതുകൊണ്ട് ക്യാഷിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ബാലൻസ് ഗിവൺ ടു കൺസൈനർ. ഓക്കെ, ഈ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഈ എമൗണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആരുടെ അക്കൗണ്ട് വരക്കണം? കൺസൈനർ ആയിട്ടുള്ള അജയുടെ അക്കൗണ്ട് വരക്കണം. അജയ്ക്ക് എത്രയാണ് ഇനി കൊടുക്കാനുള്ളതെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അജയുടെ അക്കൗണ്ട് വരക്കണം. അപ്പൊ വേഗം വരച്ചേ, അജയുടെ അക്കൗണ്ട് വരക്കാം. ഓക്കെ, അജയുടെ അക്കൗണ്ട്, അതായത് ഈ 3 ജേർണൽ എൻട്രി ഉപയോഗിച്ചിട്ട് അജയുടെ അക്കൗണ്ടിലോട്ട് പോസ്റ്റ് ചെയ്യാണ്. അജയ് അക്കൗണ്ട്. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ അജയ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ്. അപ്പൊ അജയുടെ അക്കൗണ്ടിൽ എന്ത് വരും? ടു ക്യാഷ് അക്കൗണ്ട് എന്ന് വരും. 2 എന്ന് പറയുമ്പോൾ ഏത് സൈഡിൽ വരും? ഡെബിറ്റ് സൈഡിൽ 2 വരും. ടു ക്യാഷ് അക്കൗണ്ട് എത്രയാണ്? 400 രൂപ. അജയ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ്. അപ്പൊ അജയുടെ അക്കൗണ്ടിൽ 2 ക്യാഷ് എന്ന് വരും, ക്യാഷ് അക്കൗണ്ടിൽ ബൈ അജയ് എന്ന് വരും. ഓക്കെ, ക്യാഷ് അക്കൗണ്ട് വരക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ നോക്കി, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു അജയ്. അപ്പൊ അജയുടെ അക്കൗണ്ടിൽ എന്ത് വരും? ബൈ ക്യാഷ് അക്കൗണ്ട്. ബൈ ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു അജയ് അക്കൗണ്ട് എന്നാണ്. അപ്പോൾ ടു അജയ് അക്കൗണ്ട് എന്നാണ്. അജയുടെ അക്കൗണ്ടിൽ എന്ത് വരും? ബൈ ക്യാഷ് അക്കൗണ്ട്. എത്ര വരും? 25,000 രൂപ. 25,000 രൂപ. മൂന്നാമത് നോക്കി, അജയ് അക്കൗണ്ട് ഡെപ്റ്റ് ടു കമ്മീഷൻ. അപ്പൊ അജയുടെ അക്കൗണ്ടിൽ എന്ത് വരും? ടു കമ്മീഷൻ എന്ന് വരും. ടു കമ്മീഷൻ എന്ന് പറയുമ്പോൾ ഏത് സൈഡിൽ വരും? ഡെബിറ്റ് സൈഡിൽ വരും. ടു കമ്മീഷൻ. എത്രയാണ് ടു കമ്മീഷൻ വരിക? 1,250. കഴിഞ്ഞില്ലേ? എന്ത് ചെയ്യുക? ഇത് ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു കൂടുതലുള്ളതിന് എന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്യുക. കൂടുതലുള്ളതിന് 25,000 ആണ് കൂടുതലുള്ളത്. എന്ത് ചെയ്യുക? 25,000 ഡെബിറ്റ് സൈഡിലുള്ളത് എന്ത് ചെയ്യുക? കുറയ്ക്കുക. ഡെബിറ്റ് സൈഡിലുള്ളത് കുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 23,350. 25,000 400ഉം 1,250 കുറച്ച് കഴിഞ്ഞാൽ 23,350. എന്താണ് നമ്മൾ എഴുതേണ്ടത്? ടു ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് ആയിട്ട് തന്നെയായിരിക്കും കൊടുക്കുന്നത്. 23,350. അതാണല്ലോ ജേർണൽ എൻട്രി നമ്മൾ എഴുതിയത്. അജയുടെ അക്കൗണ്ടിൽ ടു ക്യാഷ്. ഇത് ബാലൻസിങ് ഫിഗർ ആണ്, ബാലൻസ് ചെയ്യുന്ന എമൗണ്ട് ആണ്. അജയ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് എത്ര വരും? 23,350. ഓക്കെ, 23,350 ആണ് എമൗണ്ട് വരെ. ടു ക്യാഷ് എന്നാണ് നമ്മൾ കാണിക്കുക.
അതിന്റെ ജേണൽ എൻട്രി എന്തായിരുന്നു? അജയ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്. അജയ്ക്ക് എത്ര രൂപയാണ് കൊടുക്കുന്നത്? 23,350 കൊടുക്കുന്നത്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുള്ള എന്താണ് കൺസൈനിയുടെ അക്കൗണ്ട് ഉണ്ട്. ഇതിപ്പോ നമ്മൾ വരച്ചത് കൺസൈനറുടെ അക്കൗണ്ട് ആണ്. നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോയില് ഇതേ ക്വസ്റ്റ്യന്റെ കൺസൈനിയുടെ അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. അതായത് സുരേഷിന്റെ അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. സുരേഷിന്റെ അക്കൗണ്ട് വരച്ച സമയത്ത് സുരേഷിന്റെ കയ്യിൽ നിന്ന് എത്രയാണോ അജയ്ക്ക് കിട്ടാനുള്ള എമൗണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ എമൗണ്ടും ഇവിടെ, അതായത് അജയ്ക്ക് ഇവിടെ കിട്ടാനുള്ള എമൗണ്ട് 23,350 അവിടെ സുരേഷ് കൊടുക്കാനുള്ള എമൗണ്ട് 23,350 നമുക്ക് കിട്ടിയത്. ഈ രണ്ട് എമൗണ്ടും തുല്യമായിരിക്കണം. അതായത് അജയ്ക്ക് ഇവിടെ കിട്ടാനുള്ള എമൗണ്ടും സുരേഷ് അജയ്ക്ക് കൊടുക്കാനുള്ള എമൗണ്ടും, അതാണ് നമ്മൾ എന്താണ് സുരേഷിന്റെ അക്കൗണ്ട് വരച്ചിട്ട് നമ്മൾ അവിടെ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു 23,350. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ കഴിഞ്ഞ വീഡിയോയില് ഒന്ന് കൺസൈൻമെന്റ് അക്കൗണ്ട് വരച്ചിട്ടുണ്ട്, ഒന്ന് കൺസൈനിയുടെ അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. അപ്പൊ കൺസൈനിയുടെ അക്കൗണ്ടിൽ ലാസ്റ്റ് ബാലൻസിങ് ഫിഗർ എന്ന് പറഞ്ഞ് കിട്ടുന്ന ഒരു എമൗണ്ട് ഉണ്ട്. അത് 23,350 തന്നെയാണ്. ഓക്കെ, അപ്പൊ കൺസൈനിയുടെ അക്കൗണ്ടിൽ കൺസൈനർക്ക് കൊടുക്കേണ്ട എമൗണ്ട് ആണ് 23,350. ഇവിടെ കൺസൈനറുടെ അക്കൗണ്ടിൽ കൺസൈനിയുടെ കയ്യിൽ നിന്ന് കിട്ടേണ്ട എമൗണ്ട് ആണ് 23,350. ഈ രണ്ട് എമൗണ്ടും തുല്യമായിരിക്കണം. കാരണം ഇവിടുത്തെ കൺസൈനറും കൺസൈനിയും ഒരേ ആള് തന്നെയാണ്. അപ്പൊ കൺസൈനർക്ക് കൊടുക്കാനുള്ള എമൗണ്ടും കൺസൈനിയുടെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള എമൗണ്ടും തുല്യമായിരിക്കണം. ഈ രണ്ട് എമൗണ്ടും, അതായത് ചുരുക്കി പറഞ്ഞാൽ അജയുടെ അക്കൗണ്ടിൽ ഇവിടെ ഡെബിറ്റ് സൈഡിലുള്ള 23,350 സുരേഷിന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിലുള്ള 23,350, ആ രണ്ട് എമൗണ്ടും തുല്യമായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ. എന്താണ് കോസ്റ്റ് മെത്തേഡ് നമുക്ക് ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻവോയ്സ് പ്രൈസ് മെത്തേഡാണ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.